ഹായ് ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ ഒരു ടൂർ പോകുന്ന ഒരു വീഡിയോ ആണ്. ആരാണെന്നുള്ളതൊക്കെ നിങ്ങൾക്ക് അറിയണ്ടേ? ഒരു 16 പെണ്ണുങ്ങൾ ഒരുമിച്ച് ടൂർ പോയാൽ എങ്ങനെ ഉണ്ടാവും? ഒരു ഡ്രൈവർ മാത്രം ഒരാണായിട്ട് കേട്ടോ. അപ്പോൾ എന്തായാലും ഈ വീഡിയോ നിങ്ങൾ തുടക്കം മുതൽ അവസാനം വരെ കാണണം എന്നാണ് പറയുന്നത്. പല ടിസ്റ്റുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്, ചിരിക്കാനൊക്കെ ഉണ്ട്. അപ്പോൾ എന്തായാലും നമ്മളെ വീഡിയോ പുതുതായിട്ട് കാണുന്ന ആളുകളുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും അതുപോലെ നിങ്ങൾ കണ്ടിട്ട് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും നിങ്ങൾ മറക്കരുത് കേട്ടോ. അപ്പോൾ വീഡിയോൻ്റെ ഒപ്പം കൂടിയല്ലേ. അപ്പോൾ നമ്മളിങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന സമയങ്ങളിൽ നമ്മൾ ഏകദേശം ഇവിടുന്ന് ഒരു 4 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു പോയപ്പോൾ. അങ്ങനെ ഞങ്ങൾ ഏകദേശം ആ ഒരു ബോർഡിലൊക്കെ എത്തിക്കഴിഞ്ഞപ്പോൾ നല്ല മാൻകുട്ടികളൊക്കെ റോഡ് സൈഡിൽ ഇങ്ങനെ നിൽക്കുന്ന ഒരു കാഴ്ച കേട്ടോ. എന്താ പറയുക, നല്ല അതിമനോഹരമായിട്ടുള്ള കാഴ്ചകളാണ്, പ്രകൃതി രമണീയമായിട്ടുള്ള കാഴ്ചകൾ. അവരിങ്ങനെ ആ ഒരു സമയങ്ങളിൽ ഇങ്ങനെ വന്നിട്ട് ആ ഇലകളുടെ തുമ്പുകളൊക്കെ ഇങ്ങനെ കടിച്ച് തിന്നുന്ന ആ ഒരു അവസ്ഥ, അതുപോലെ ആനകൾ, മാൻകുട്ടികൾ, കുരങ്ങൻ കുട്ടികൾ, ഇതൊക്കെ ഇങ്ങനെ കാണുമ്പോൾ നല്ലൊരു രസമാണ് അല്ലേ. അങ്ങനെ ഇവിടെ എത്തിയൊരു സമയത്ത് കുറേ അതുപോലെ എന്താ പറയുക ആനപ്പിണ്ടികൾ കിടക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മളെ കൂട്ടത്തിൽ ഒരാൾ പറയുന്നുണ്ട്, കുറേ ആനപ്പിണ്ടി അല്ലേ, ഇന്ന് കുറച്ചെടുത്താലോ, കരിവേപ്പില നല്ലോണം ഉണ്ടാവും എന്നൊക്കെ പറയട്ടെ. അപ്പോൾ ആ വണ്ടിയിലുള്ള ആളുകളൊക്കെ എല്ലാവരും ചിരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ എന്താ പറയുക, പൂരാന കോമഡി എന്ന് പറയാലോ, അങ്ങനെ തന്നെയായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെ ആരാണ് എന്താണ് എന്നുള്ളതൊക്കെ കേൾക്കാറല്ലേ. അപ്പോൾ നമ്മളിതൊരു കുടുംബശ്രീ വകയായിട്ടോ അതല്ലെങ്കിൽ നമ്മൾ ഈ ഒരു വണ്ടിയിൽ പോണ എല്ലാ ആളുകളും കുടുംബക്കാരായിട്ടോ ഒന്നുമല്ല നമ്മൾ യാത്ര ചെയ്യുന്നത്. നമ്മളെ വീടിൻ്റെ അടുത്തുള്ള നമ്മൾ ഫോണിലൂടെ കോണ്ടാക്റ്റും കാര്യങ്ങളൊക്കെ ഉള്ള ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും. പക്ഷേ എനിക്ക് എൻ്റെ കൂടെ എൻ്റെ ഏട്ടത്തിയും കൂടി ഉണ്ടായിരുന്നു, അതുപോലെ സിസ്റ്റേഴ്സ് 2 ആളുകളും, ഇളാപ്പാരും മൂത്താപ്പാരും, പിന്നെ അതുപോലെ ഇളയച്ചി മുത്തച്ചി, അങ്ങനെ ആ ഒരു വകയിലും ഫാമിലിയിലെ ചില ആളുകളും അങ്ങനെയൊക്കെ ഒരുമിച്ച് ഉണ്ടായിരുന്നതാണ്. എന്താ പറയുക, നല്ല വൈബ് തന്നെയായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾക്ക് ഫുഡിൻ്റെ സമയമൊക്കെ ആയി രാവിലെ കേട്ടോ. അപ്പോൾ ഞാൻ എല്ലാവരെയും ഒന്ന് സൂം ചെയ്തെടുത്തിട്ടൊന്നുമില്ല, എൻ്റെ ഒരു സീനും കൂടി മാത്രമേ ഞാനതിൽ കാണിച്ചിട്ടുള്ളൂ. അങ്ങനെ ഇതാ ഞങ്ങൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞ് വീണ്ടും യാത്ര തുടരുകയാണ്. അങ്ങനെ പിന്നെ ഞങ്ങൾ ബോക്സിൽ പാട്ടും കാര്യങ്ങളും മൈക്കൊക്കെ ഉണ്ടായിരുന്നു. ആവശ്യമുള്ള ആളുകൾക്ക് പാടാം, ആടാം, എങ്ങനെയെല്ലാം ചെയ്യാം. അപ്പോൾ ഞാൻ ജസ്റ്റ് അവിടെ നിന്ന് ഇങ്ങനെ കൊട്ടുന്നു. നല്ലൊരു പാട്ടൊക്കെ ആയിരുന്നു കേട്ടോ വെച്ചിരുന്നത്. അങ്ങനെ ഏകദേശം ഞങ്ങളിത് മൈസൂർ പാലസിൽ എത്തി കഴിഞ്ഞിട്ടുണ്ട്. പടച്ച റബ്ബേ, പറയാതിരിക്കാൻ വയ്യ, അത്രക്ക് ജനങ്ങൾ, ഇഷ്ടം പോലെ ആളുകളെന്ന് പറയുകയാണെങ്കിൽ അന്നത്തെ ആ ഒരു ദിവസം ഞാൻ വിചാരിച്ചു ഇവിടെ എന്നും അങ്ങനെ തന്നെയാണോ. അപ്പോൾ എന്തായാലും ക്രിസ്മസ് വെക്കേഷനും അതേപോലെ ഒരു സ്കൂളില്ലാത്തൊരു ദിവസങ്ങളും, പിന്നെ പല ഭാഗങ്ങളിൽ ചില സ്കൂളിൽ നിന്ന് കുട്ടികളൊക്കെ ടൂറ് ഭാഗമായിട്ട് കൊണ്ടുവന്ന് നമ്മളെ മലപ്പുറം ജില്ലയിൽ തന്നെ കുറേ കുട്ടികളെ കൊണ്ടുവന്നതായിട്ടുള്ളതൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഏതായാലും ഞങ്ങൾ അതിൻ്റെ ഉള്ളിലൊക്കെ കയറി. ഇതിൻ്റെ ഉള്ളിലൊക്കെ കാണിച്ചു തരികയാണെങ്കിൽ ശരിക്കും വ്യക്തമായിട്ട് കാണിച്ചു തരണമെന്നുണ്ടെങ്കിൽ ഒരു മാസത്തോളം കറങ്ങണം ഇത് ഫുള്ളായിട്ട്. ഇതെല്ലാം പാടെ എടുത്ത് കാണിച്ചു തരികയാണെങ്കിൽ നിങ്ങൾക്കും തന്നെ ഭ്രാന്ത് വരും. അപ്പോൾ നമ്മൾ എന്തായാലും ചെറിയ ചെറിയ ഭാഗങ്ങൾ ഫാസ്റ്റാക്കി കൂട്ടിയിട്ട് ജസ്റ്റ് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരിക എന്നുള്ളൊരു ലക്ഷ്യം, നമ്മൾ എന്തൊക്കെ കണ്ടു എന്നുള്ളത്. പിന്നെ ഇത് വിശദമായിട്ട് കാണണം, കേൾക്കണം, ചെയ്യണം എന്നുണ്ടെങ്കിലൊക്കെ നല്ലപോലെ നമ്മൾ മനസ്സറിഞ്ഞ് വീഡിയോ ഒക്കെ എടുക്കാനൊക്കെ നിൽക്കണം. അതിനുള്ള സമയങ്ങളൊന്നും അവിടെ ഇല്ല. നമ്മളവിടെ ഒന്നൊരു വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണെങ്കിൽ അവിടെ നമ്മളെ പിന്നിൽ അത്രയും ആളുകൾ പെൻഡിങ്ങിൽ നിൽക്കാവും. അപ്പോൾ അതുകൊണ്ട് എത്രയും പെട്ടെന്ന് നമ്മൾ വീഡിയോ ഒക്കെ കവർ ചെയ്തിട്ട് പോവുക എന്നുള്ള ലക്ഷ്യത്തിൽ നമ്മളെ വീഡിയോ കാണുന്ന പ്രേക്ഷകർക്ക് നമ്മൾ എന്തെങ്കിലും കാണിച്ചു കൊടുക്കണ്ടേ, അതിന് വിചാരിച്ചിട്ട് ഞാൻ ചെറിയ ചെറിയ ഭാഗങ്ങൾ മാത്രം ഒന്ന് ഫോക്കസ് ചെയ്തു. അതൊക്കെ കഴിഞ്ഞ് നമ്മൾ ലാസ്റ്റ് വീഡിയോ ഒക്കെ എടുത്ത് കഴിഞ്ഞ് നമ്മൾ താഴത്തോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതായത് നമ്മൾ പുറത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോഴുള്ള കാഴ്ചകളാണ് കേട്ടോ ഈ ആനപ്പട്ടമൊക്കെ കെട്ടുന്ന ഒരു ഇതൊക്കെ. അങ്ങനെ ഇതിൻ്റെ പുറം കാഴ്ചയാണ് പോയി കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പുറത്ത് നോക്കുകയാണെങ്കിൽ ഫുള്ള് ഗാർഡൻ ആയിട്ടുള്ള ഐറ്റംസുകളാണ് കേട്ടോ. അപ്പോൾ നിറച്ച് ഫ്ലവേഴ്സും കാര്യങ്ങളുണ്ട്. അപ്പോൾ അതിനൊരു കൊമ്പ് പൊട്ടിച്ചാലോ എന്നൊക്കെ തോന്നിയിരുന്നു, പെണ്ണുങ്ങളല്ലേ. പക്ഷേ ഞങ്ങൾ അതൊന്നും ചെയ്തില്ല കേട്ടോ. അതൊക്കെ ശിക്ഷാർഹമാണ്. അപ്പോൾ അതൊന്നും നമ്മൾ ചെയ്യാൻ പാടില്ല. അപ്പോൾ അവിടെ ഇങ്ങനെ നിന്ന് ജസ്റ്റ് ഇങ്ങനെ ഒരു ചെറിയൊരു വീഡിയോസും കാര്യങ്ങളും ഇങ്ങനെ ചെയ്തതാണ്. അപ്പോൾ എത്രത്തോളം നിങ്ങൾക്ക് ഈ വീഡിയോ കാണുമ്പോൾ ഇഷ്ടമായി എന്നുള്ളത് നമുക്കറിയില്ല. എന്തായാലും നമ്മൾ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുന്ന ആളുകൾ എന്തായാലും നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യാൻ നിങ്ങൾ മറക്കരുത്. എന്തായാലും സംഭവം അടിപൊളിയായിരുന്നു. നമ്മൾ അങ്ങനെ ഒരു പ്രിപ്പറേഷനോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ ജസ്റ്റ് ഫസ്റ്റ് ടൈം പോകുന്ന ലേഡീസ് മൊത്തം പോകുന്ന ഒരു ടൂറായിരുന്നു. അതുകൊണ്ട് നമുക്കൊരു പ്രത്യേകിച്ചൊരു ഐഡിയ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഞങ്ങൾ പോയത് ടിപ്പു സുൽത്താൻ്റെ കോട്ടയിലായിരുന്നു കേട്ടോ. അപ്പോൾ ഒരുപാട് കാര്യങ്ങളൊന്നും ഞാൻ അവിടെ കവർ
കവർ ചെയ്യാൻ എനിക്ക് പറ്റിയിട്ടില്ല. പിന്നെ ടിപ്പു സുൽത്താൻ്റെയും ഉമ്മാൻ്റെയും അത് വാപ്പാൻ്റെ ഖബറിൻ്റെ അടുത്തേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ ക്യാമറ നമുക്ക് അലൗഡ് അല്ല, പുറത്ത് നിന്നിട്ട് വീഡിയോ എടുക്കാനാണ് പറഞ്ഞത്. അപ്പോൾ ഞാൻ ജസ്റ്റ് അങ്ങനെ ഒന്നിങ്ങനെ കാണിച്ച് തരികയാണെന്നുള്ളൂ കേട്ടോ. അങ്ങനെ എന്താ പറയുക, പട്ട് വിരിക്കുന്നത് പോലെ പൂക്കൾ കൊണ്ട് അലങ്കരിച്ചിട്ടുള്ള രീതിയിലായിരുന്നു ഖബറുകളെല്ലാം ഉണ്ടായിരുന്നത്. അവിടെ പറഞ്ഞു കൊടുക്കാൻ 2-3 ആളുകളുണ്ടായിരുന്നു. പിന്നെ പുറത്തും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ കുതിരപ്പുറത്തൊക്കെ പോവാം, പൈസയൊക്കെ കൊടുത്തിട്ട്. അങ്ങനെ പിന്നെ ഞങ്ങൾ യാത്ര കഴിഞ്ഞ് തിരിച്ചു പോകുന്ന വഴിയാണ് കേട്ടോ ഈ ഒരു മത്സ്യക്കന്യകൻ്റെ ആ ഒരു സംഭവങ്ങളൊക്കെ കണ്ടത്. അവിടെയൊന്നും ഞങ്ങൾ കയറിയില്ല. അതിങ്ങനെ കഴിഞ്ഞ് പോരുമ്പോഴാണ് വളരെ രസകരമായിട്ടുള്ളൊരു കാഴ്ച കാണുന്നത്. ഒരു കാറിൽ ഒരു ഡ്രൈവർ ഇരിക്കുന്നുണ്ടായിരുന്നു. അതിൻ്റെ മടിയിൽ ഈ ഒരു നായക്കുട്ടി ഇങ്ങനെ പുറത്തേക്ക് തലയൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ നോക്കുന്ന ഒരു സീന് നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. എന്താ പറയുക, മുടിയൊക്കെ ഇങ്ങനെ മാമാട്ടി കുട്ടികളത് മുറിച്ച് കൊടുത്ത പോലൊക്കെ ഒരു സീനായിരുന്നു. അപ്പോൾ ഇത്രയ്ക്കുള്ള നമ്മൾ ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമ്മൾ അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ.